ഗടികളെ അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഉടുപ്പിയിലേക്ക് ഇനിയൊരു 20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹൈവേയിൽ പോയി നിൽക്കാം. അപ്പോൾ സമയം 3 അവറായിട്ടുണ്ട്. ഇവിടെ സംഭവം കണ്ടു വരണ വഴിക്ക് ഇത് NH ആണ്, ഹൈവേ ആണ് കേട്ടോ, 4 വരിപ്പാതയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് വരെ കണ്ടിട്ടില്ല. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. കിലോമീറ്ററോളം എൻ്റെ ബാക്കിൽ ലൈറ്റ് കണ്ട, റോഡ് ക്രോസ് ചെയ്തിട്ട് കിലോമീറ്ററോളം ലൈറ്റ് ഇട്ടേക്കാം. അത്രയും വലിയ ഉത്സവം തോന്നും. നമ്മളെ നാട്ടിലൊന്നും അനുവദിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട 4 വരിപ്പാതയാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ലൈറ്റ് ഇട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കാം. പോണ വഴി കാണുമ്പോൾ തന്നെ നല്ല രസം. ഞാനിപ്പോൾ എന്തായാലും ടെൻ്റ് അടിക്കാനൊരു സ്ഥലം ഗ്യാപ്പ് കിട്ടാൻ നോക്കട്ടെ. ഇതിങ്ങനെ പോയോണ്ടിരിക്കണ്ട. എന്തായാലും അടിപൊളിയല്ലേ? ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ? ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ. എന്താ, ഞാൻ ടെൻ്റ് അടിക്കാൻ ഗ്യാപ്പ് കിട്ടാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാ ഗടികൾക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നേരം വെളുത്തു. ഇപ്പം ഞാൻ നിൽക്കുന്നത് തെങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, കർണാടകയിൽ. ഇപ്പോൾ എന്താ പറയുക, ഇന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കാര്യങ്ങളും കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം, ബൈക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. രാവിലെ 6:45 കേട്ടോ, 7 മണിയാവണം. ഈ ഹൈവേയിലാണ്, സൈഡിൽ ഒരു ക്ലിനിക്ക് ഉണ്ട്, അതുപോലെ ഒരു മൊബൈൽ ഷോപ്പ്. ഇതിൻ്റെ ഇവിടെയാണ് ഞാൻ ടെൻ്റ് അടിച്ചത്. സൈക്കിൾ ലോക്കൊക്കെ ചെയ്ത് ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു, അതവിടെ ടെൻ്റ് അടിച്ചതാ. അല്ല അവർ രാവിലെ തന്നെ ഉഷാറായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി നമുക്ക് വഴിയേ നമ്മളറിയാം. ഇന്നലെ കുറേ നേരം വൈകി. ഇന്നലെ ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് രാത്രി 1 മണി വരെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ടെൻ്റ് അടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ഡിഗ്രി ചൂട് ആയിരുന്നു. ഞാൻ ജെമിനോട് ചോദിച്ചപ്പോൾ ജെമിനി പറഞ്ഞത് അത്രയും ചൂടായിരുന്നു, കിടക്കാൻ പറ്റുന്നില്ല. അവസാനം ടെൻറ്റിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പായ ഉരിച്ചിട്ട് കിടക്കേണ്ട അവസ്ഥ വന്നേ. ഓഡോമോക്സും പെരട്ടി പൊതു കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ അതങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. എന്താണ് അവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇന്നൊക്കെ ഏകദേശം 13 ദിവസമായി നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് 445 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. ഇന്നലെ മാത്രം നമ്മൾ യാത്ര ചെയ്തത് 45 കിലോമീറ്ററാണ് തലപ്പാടിയിൽ നിന്ന് ഇവിടേക്ക്. അപ്പോൾ നല്ല റോഡായിരുന്നു. വെയിലുണ്ടെങ്കിലും നമ്മൾ റെസ്റ്റ് എടുത്ത് സമയം നോക്കി കഴിഞ്ഞാൽ 45 കിലോമീറ്ററാണ് യാത്ര ചെയ്തത്. ഇനി വെയിലല്ല, നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്കപ്പോൾ 100 കിലോമീറ്ററോളം പോകാൻ പറ്റുമെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നേരത്തെ പോകാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും യാത്രയിലേക്ക് പോകാം. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും.